കായംകുളം കൊച്ചുണ്ണിയുടെ നാട്ടിൽ അങ്കത്തട്ടിൽ ഇത്തവണ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു കുറേ പേർ. 2 ടേം നിബന്ധനയിൽ CPIM ഇളവ് വരുത്തുമെന്ന് വ്യക്തമായ സൂചനകൾ വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ നിലവിലെ MLA യു പ്രതിഭ സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തേണ്ടതാണ്. അത്ര വലിയ പ്രതിഭയൊന്നും ഇത്തവണ കായംകുളത്ത് വേണ്ട എന്നാണ് പ്രതിഭയുടെ പാർട്ടിയിലെ എതിരാളികളുടെ വാദം. മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ പേര് കായംകുളത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകൾ ഇതിന്റെ ഭാഗമായിരുന്നു. ജില്ലയിലെ പാർട്ടിയുടെ അമരക്കാരൻ നാസർ സഖാവിന്റെ പേരും കായംകുളത്തേക്ക് ഉയർന്നിട്ടുണ്ട്. വീട് കിട്ടുന്ന അവസരത്തിനായി കാത്തിരിക്കുകയാണ് മറ്റു പലരും. പാർട്ടി നേതൃത്വത്തിന് അനഭിമതയാണ് പ്രതിഭ എന്നതിനാൽ ഇത്തവണ പട്ടികയിൽ നിന്ന് വെട്ടിപ്പോകുമെന്നാണ് സ്ഥാനാർത്ഥിമോഹികൾ കണക്കാക്കുന്നത്. ലഹരി കേസിൽ മകൻ പിടിയിലായ സംഭവം മുതൽ ഫോൺ വിളിച്ചാൽ ചില മന്ത്രിമാർ എടുക്കാറില്ലെന്നും പാർട്ടിക്കുള്ളിലെ വിഷസർപ്പങ്ങളെ പിടികൂടാൻ വാവ സുരേഷിനെ വിളിക്കണമെന്നുമുള്ള പ്രയോഗം വരെ പ്രതിഭയ്ക്കെതിരെ ആയുധമാക്കുകയാണ്. ഇതൊക്കെ തലപ്പത്തുള്ളവരെ മാറിയും മറിഞ്ഞുമൊക്കെ പ്രതിഭാവിരോധികൾ ഓർമ്മിപ്പിച്ചു തുടങ്ങി. മാധ്യമപ്രവർത്തകർക്കെതിരായ വിവാദ പരാമർശങ്ങളും എരിയുന്ന തീയിലേക്ക് എണ്ണയൊഴിക്കാൻ ഉപയോഗിക്കുന്നുമുണ്ട്. തുണിയൊടുക്കാത്ത താരങ്ങൾ കട ഉദ്ഘാടനം ചെയ്യുന്നുവെന്നും സാക്ഷാൽ മോഹൻലാലിന്റെ ബിഗ് ബോസ് ഒളിഞ്ഞുനോട്ട പരിപാടിയെന്നും തുടങ്ങി ജനപ്രതിനിധി പറയേണ്ടതില്ലാത്ത കാര്യങ്ങൾ മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞ് കായംകുളം വാൾ പോലെ ഇരുതല മൂർച്ച ഉള്ളതാണെന്ന് MLA ഓർക്കണമായിരുന്നു എന്നാണ് വിരുദ്ധപക്ഷത്തിന്റെ ഒളിയമ്പ്. CPIMന്റെ അച്ചടക്കവാളിന് പ്രതിഭ വെട്ടേറ്റ് വീണാൽ കൈകൊടുക്കാൻ തയ്യാറായി കോൺഗ്രസ് നേതൃത്വം അങ്കത്തട്ടിനു പിന്നിൽ ഒളിച്ചു നിൽപ്പുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് താനും. കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസ് പാളയത്തിൽ എത്തിയതോടെ തികഞ്ഞ ജാഗ്രതയിലാണ് CPIM. അതുകൊണ്ട് പ്രതിഭയെ തിരുത്തി കൂടെ നിർത്താൻ തന്നെയാകും പാർട്ടി സംസ്ഥാന നേതൃത്വം ശ്രമിക്കുക. ആലപ്പുഴയിലെ വിഭാഗീയത ചതിക്കുഴി ഒരുക്കി VS അച്യുതാനന്ദനെ വരെ തോൽപ്പിച്ച ചരിത്രം നിറഞ്ഞതാണ്. അതുകൊണ്ട് പ്രതിഭ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് പരുന്തിന് സ്നേഹരൂപേണ പറയാനുള്ളത്. എന്തായാലും കായംകുളം കലങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെ കാര്യങ്ങൾ തെളിയുമെന്ന് കണ്ടറിയണം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.